മക്കളെ നമുക്ക് എല്ലാവർക്കും സുഖമല്ലേ മക്കളെ? അമ്മക്കിളിക്ക് സുഖമാണ്. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു അമ്മക്കിളി വിശ്വസിക്കുന്നു. ഇന്നത്തെ അമ്മക്കിളിയുടെ പുതിയ വീഡിയോ എന്തുവാന്ന് വല്ല ഉദ്ദേശമുണ്ടോ? നമ്മൾ കൃഷി സ്ഥലങ്ങളും ചെടി നടുന്നതും എല്ലാം ഒരുക്കിയിട്ട് കഴിഞ്ഞു. അപ്പോൾ അടുത്തത് എന്തുവാ? നമ്മൾ ചെടി നടണം. അതിന് നമ്മൾ ആദ്യം നടുന്നത് വാങ്ങിച്ചുകൊണ്ട് വന്ന ചെടിയാണ്. അതെന്ത് ചെടിയാണ് എന്ന് നമുക്ക് ഇപ്പം നോക്കാം. എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്ത് വിടണം കേട്ടോ മക്കളെ. നമുക്ക് നമ്മുടെ വീഡിയോയിലിട്ട് പോകാം കേട്ടോ. ഇന്നിപ്പോൾ അമ്മക്കിളി കാണിക്കുന്നത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച തക്കാളി തൈയാണ്. അതാണിന്ന് ആദ്യം നമ്മൾ വെക്കുന്ന പച്ചക്കറികളിൽ. കാര്യം പൂക്കളെല്ലാം കുറച്ച് വെച്ച് കഴിഞ്ഞു. പച്ചക്കറിയുടേത് ആദ്യമായിട്ട് ഈ എല്ലാം കൂടെ കമത്താൻ തുടങ്ങിയാലോ. പോട്ടിംഗ് മിക്സ്, വുഡൻ പീസസ്, ഇതിനകത്തേതെല്ലാം വുഡൻ പീസസ് കേട്ടോ. ഇത് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ പഴയത് കുറച്ചും പുതിയത് കുറച്ചും എല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ഓൾ പർപ്പസിൻ്റെ പോട്ടിംഗ് മിക്സ് ഇതും അങ്ങോട്ട് മിക്സ് ചെയ്യാൻ പോവാം. അടുത്തത് അതിൻ്റെ കൂടെ കുറേ ഐറ്റംസ് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. മിറക്കിൾ ഗ്രോ എന്നുള്ള ആ വർഷം ഞാനിതിങ്ങനെ കൊടുക്കുന്നതാണ്. അതും കുറച്ചിടും കേട്ടോ. എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്യാൻ പോകുന്നേ. എൻ്റെ കഴിഞ്ഞ വർഷത്തെ വീഡിയോ കണ്ടവർക്കറിയാം, ഞാൻ ഒരു ലോറി വളം ഇറക്കിയത് ബാക്കി ഞാനിവിടെ ഇതിങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നമുക്കിത് ഉപയോഗമാണ്. ഞാൻ കുറച്ച് കോരിയെടുത്തു. മഴ ചാർന്ന് അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. വളം കോരിയെടുക്കുന്നതൊക്കെ. ചട്ടികളെല്ലാം റെഡിയായിരിപ്പുണ്ട് കേട്ടോ. നമ്മൾ കഴിഞ്ഞ വർഷം എല്ലാം പെയിൻ്റ് അടിച്ച് റെഡിയാണ് വെച്ചതാണ്. ഈ പ്രാവശ്യം അപ്പോൾ കൊണ്ട് പെയിൻറ്റിംഗ് ഒന്നും പരിപാടിയില്ല. നമ്മളങ്ങ് ചട്ടിലോട്ട് മണ്ണിട്ട് ചെടി അങ്ങ് വെച്ചാൽ മതി. അതിനകത്തോട്ട് ഞാൻ കണ്ട തടി കഷ്ണങ്ങൾ ചെറിയ ചെറിയ പീസുകൾ, അത് ഇതിന് വുഡൻ ചിപ്സ് എന്നാണ് പറയുന്നത് കേട്ടോ. ഇതും കൂടെ അതിനകത്തോട്ട് കുറച്ചുകൂടി ഇട്ട് ഞാൻ മിക്സ് ചെയ്യാൻ പോകാം കേട്ടോ. പഴയ മണ്ണ് 2 ചട്ടി അങ്ങോട്ട് കമത്തി കേട്ടോ. തുടങ്ങിയാലോ മിക്സിങ്? കുറച്ച് അങ്ങോട്ട് ഇടാം കേട്ടോ. ഒത്തിരി വേണ്ട. കാര്യം പോട്ടിംഗ് മിക്സിനകത്ത് എല്ലാ വളങ്ങളും ചേർന്നതാ. എങ്കിലും നമുക്കൊരു ഇച്ചിരി ഒരു പെട്ടെന്ന് ഇവിടെ ഗ്രോയിങ് സമയം കുറവല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് വരാൻ വേണ്ടി ഇതെല്ലാം മിക്സ് ചെയ്യണം. പൊടിയെല്ലാം കൂടെ ഇവിടെ ഞാൻ വളം ഒരു ലോറി കഴിഞ്ഞ വർഷം ഇറക്കിയതില്ലേ, അതിൽ കുറച്ചെടുത്ത് മിക്സ് ചെയ്യുന്നത്. എല്ലാം റെഡി. നമുക്ക് അങ്ങോട്ട് മിക്സിങ് തുടങ്ങിയാലോ. എല്ലാം മിക്സ് ചെയ്ത് ഇടപെടാന്നങ്ങോട്ട് ചട്ടി അങ്ങോട്ട് റെഡി ആക്കട്ടെ. ഇല്ലെങ്കിലേ സമയക്കുറവായതുകൊണ്ടാണ് ഇത്ര ധൃതി എല്ലാത്തിനും. ഞാൻ വന്നത് ലേറ്റായി പോയതുകൊണ്ട് വലിയ പ്രശ്നമായിപ്പോയി. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ എല്ലാം റെഡിയാക്കി നമുക്ക് ഇപ്പോൾ എപ്പോഴേ കൃഷിയെല്ലാം നമ്മുടെ നല്ല രീതിയിൽ വന്നേനെ. ശരി, കുഴപ്പമില്ല, എല്ലാം നല്ലതിനാണെന്ന് വിചാരിക്കുക കേട്ടോ. ഞാനിപ്പോൾ തക്കാളി നടാൻ പോകട്ടെ കേട്ടോ. ബക്കറ്റിലോട്ടിടാൻ പോകാം കേട്ടോ. അങ്ങനെ പോട്ടിംഗ് മിക്സ് നമ്മൾ ഇതിൽ നിറച്ച് വെച്ചു. ഇപ്പോൾ ചോദിക്കുക എന്തിനാണ് ഇത്രയും നിറച്ച് വെച്ചിരിക്കുന്നത്? ചട്ടിയിലത്തെ എപ്പോഴും വെള്ളം ഒഴിക്കുമ്പോൾ ഇത് വെയിറ്റ്ലെസ് അല്ലേ, താഴോട്ടങ്ങ് ഇറങ്ങിക്കോളും. ആദ്യം ഒന്ന് നിറച്ച് വെച്ചാൽ പിന്നെ നമുക്ക് ഇറങ്ങി നമ്മൾ കുറച്ചുകൂടെ മണ്ണ് മേലോട്ട് ഇട്ടുകൊണ്ടേയിരിക്കണം. 3/4 ഭാഗമേ ഇടാവൂ. പക്ഷേ ഇതിപ്പോൾ നമ്മളിപ്പോൾ ഞാൻ വാങ്ങിച്ച തയ്യ ഒരുമാതിരി നല്ല വലിയ തയ്യാണ്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, നമുക്ക് കുറച്ചേറെ അങ്ങ്. ഇത് ബക്കറ്റിൽ ഇപ്പോൾ ഞാൻ കുറച്ച് നിറച്ച് വെച്ചതേ ഉള്ളൂ കേട്ടോ. 4 ബക്കറ്റിൽ ഞാൻ മണ്ണ് നിറച്ചിട്ടുണ്ട്. 3/4 ഭാഗമേ നിറച്ചിട്ടുള്ളൂ. ചട്ടിയിൽ വയ്ക്കുമ്പോൾ എപ്പോഴും 3/4 ഭാഗമേ മണ്ണ് നിറയ്ക്കാവൂ. 4 വെറൈറ്റി വാങ്ങിച്ചിട്ടുണ്ടേ. എല്ലാം എൻ്റെ കയ്യിൽ വിത്തുള്ളതാണ്. പക്ഷേങ്കിൽ നമ്മൾ കിളുത്ത് വരുമ്പോഴത്തേക്ക് താമസിക്കുമല്ലോ, നമുക്ക് അതിന് മുമ്പ് തക്കാളി പറിക്കണ്ടേ. അതിനാണിത് ആപ്പിൾ തക്കാളിയാണ് കേട്ടോ. ഇത് നമ്മുടെ ചെറി റെഡ് കളറ്. ഇത് ചെറിയുടെ ഇനത്തിൽപ്പെട്ട വേറൊരു വെറൈറ്റിയാണ് കേട്ടോ. ഇത് പുതിയൊരു വെറൈറ്റിയാണ്, ഏർലി ഗേൾ എന്നുണ്ട്. എനിക്കൊന്ന് അപ്പുറത്ത് അമ്മച്ചിയൊക്കെ ഇതാ വെച്ചിരിക്കുന്നത് കേട്ടോ. എനിക്കൊന്ന് ഇത് പെട്ടെന്ന് കായ് വരുന്നതായിരിക്കാം. അല്ലെ, ഏർലി ഗേൾ എന്ന് എന്തോ പുതിയ പേര് കേൾക്കുന്നു. കൊണ്ടു വെക്കട്ടെ. അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ കൃഷിക്കുള്ള ആദ്യത്തെ തൈ വെച്ച് കഴിഞ്ഞു. 4 വെറൈറ്റി ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെ ഒരു ഇച്ചിരി നിഴലുള്ളിടത്തോട്ട് കൊണ്ടുപോയി വെക്കിട്ട് കേട്ടോ. ബാക്കിയൊക്കെ ഇനി പ്രകാലെ കാണിക്കാം. അപ്പോൾ ഇതാണ് അമ്മക്കിളിയുടെ ഇന്നത്തെ വീഡിയോ. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അമ്മക്കിളിയോട് കൂട്ടുകൂടാൻ മറക്കരുതേ.